പി കൃഷ്ണദാസ, ഛത്തീസ്ഗഡിലും ഒഡീഷയിലും രണ്ടിടത്തും കന്യാസ്ത്രീകളെ വൈദികരെ ആക്രമിച്ചത് ബജ്രംഗ് ദളാണ്. നമ്മൾ കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ അത് പറഞ്ഞാണ് തുടങ്ങിയതും അത് പറഞ്ഞാണ് പിരിഞ്ഞതും. അപ്പോൾ ബജ്രംഗ് ദളിന്റെ ആക്രമണം, ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ അവിടെ ഒരു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുകയും ആ കേസ് അന്വേഷിക്കുകയും അത് കോടതിയിലേക്ക് പോകുകയും അല്ല ഉണ്ടായത്. ഒഡീഷയിൽ കേസ് പോലും ഉണ്ടായില്ല. പക്ഷേ രണ്ടിടത്തും ബജ്രംഗ് ദൾ ആ വൈദികരെ, കന്യാസ്ത്രീകളെ ആക്രമിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രോശവുമായി എത്തി എന്നുള്ളതാണ്. ഛത്തീസ്ഗഡിലെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ? അത് ജ്യോതി ശർമ്മ എന്ന ബജ്രംഗ് ദൾ നേതാവായിരുന്നു. അങ്ങനെ ഒരാളെ തള്ളി പറയാനാകില്ലല്ലോ താങ്കൾക്ക്, അവർ ബജ്രംഗ് ദളിന്റെ നേതാവാണ്. അപ്പോൾ അത് ചോദ്യം ചെയ്യാൻ, ക്രൈസ്തവരെ തടഞ്ഞു വെക്കാൻ, കന്യാസ്ത്രീകളെയും വൈദികരെയും തടഞ്ഞു വെക്കാൻ ജ്യോതി ശർമ്മ ആരാണ്? അവരുടെ ബാഗുകളൊക്കെ പരിശോധിക്കാൻ ജ്യോതി ശർമ്മ ആരാണ്? ഒഡീഷയിലേക്ക് എത്തുമ്പോഴും സമാനമായ രീതിയിലാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ ക്രൈസ്തവ വിശ്വാസികളെ ആ നിലയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ലത്രേ. ഈ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ചാണ് അവർ ഈ പറയുന്നതെന്ന് ഓർക്കണം ശ്രീ കൃഷ്ണദാസ്. അസിത, ഞങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണല്ലോ BJP. ഞങ്ങൾക്ക് MLA ഇല്ല, ഒരു MP മാത്രമാണ് കേരളത്തിൽ നിന്ന് BJPക്കുള്ളത്. അപ്പോൾ പോലും കേരളത്തിലെ ഒരു മതമേലധ്യക്ഷന്മാരെയും, അത് പാലായിലാണെങ്കിലും ഇനി മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിലും അതിന് താമരശ്ശേരിയിലാണെങ്കിലും ഒരു സ്ഥലത്തുമുള്ള പിതാക്കന്മാരെ ഏതെങ്കിലും തരത്തിൽ ഒരു വാക്കുകൊണ്ട് പോലും മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഒരു നടപടിയോ ഒരു പ്രസ്താവനയോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എനിക്ക് ഫാദർ ജോൺസണോട് സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞൊരു 10 വർഷക്കാലത്ത് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള, പള്ളികൾക്കെതിരെ നടന്നിട്ടുള്ള അക്രമങ്ങളും പ്രസ്താവനകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളും അങ്ങൊന്ന് പരിശോധിക്കണം. എനിക്കത്രേ പറയാനുള്ള അങ്ങയോട് എനിക്ക് തർക്കിക്കാൻ ആവതില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല. പിന്നെ അങ്ങയെ ഒരു കാര്യം കൂടി എൻ്റെ അറിവിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങയോട്. എൻ്റെ പ്രിയ സുഹൃത്ത്, ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി, എനിക്ക് വ്യക്തിപരമായി അറിയില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയാറില്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായി വായിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട ഫാദർ ജോൺസൺ, അങ്ങ് റഷ്യയുടെയും ചൈനയുടെയും ചരിത്രമൊന്ന് പരിശോധിക്കണം. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രാജ്യം ഭരിച്ചിരുന്ന, അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ റഷ്യയിലും ചൈനയിലും ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് ക്രിസ്തീയ മതവിഭാഗങ്ങൾക്കെതിരായി നടന്നിട്ടുള്ള അക്രമങ്ങൾ ആ ഭരണകൂടങ്ങൾക്ക്, അത് 1950കളുടെ കാലഘട്ടത്തിലാണെങ്കിലും 60കളുടെ കാലഘട്ടത്തിലാണെങ്കിലും ആ രാജ്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ചരിത്രം അങ്ങ് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തോടെങ്കിലും ഒന്ന് പറയാൻ ശരി കൃഷ്ണദാസ്, ചൈനയിൽ ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ചല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മതേതരമെന്ന് വിളിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ശ്രീ കൃഷ്ണദാസ്, മതേതരമെന്ന് വിളിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശമാണ് ഓരോ ന്യൂനപക്ഷത്തിനും വേണ്ടത്. താങ്കൾ അപ്പോൾ അങ്ങനെ ചൈന കൊറിയ എന്നൊന്നും പറഞ്ഞു പോകല്ലേ. ചൈന കൊറിയ എന്നൊന്നും പറഞ്ഞു ഇവിടെ ആരും വരട്ടല്ലേ ശ്രീ കൃഷ്ണദാസ്. എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ. ശ്രീ കൃഷ്ണദാസ്, ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടത് ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയെ, ഒഡീഷയിൽ നമ്മൾ കാണുന്നത് ബജ്രംഗ് ദൾ നേതാക്കളെ. മറുപടി ഉണ്ടോ? പറയൂ. വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച ബജ്രംഗ് ദൾ നേതാക്കൾ ഇന്ത്യയിലെ സാഹചര്യമാണ് ചോദിക്കുന്നത്. നിങ്ങളല്ലേ ഭരിക്കുന്നത്, അവരെയെങ്കിലും നിലയ്ക്ക് നിർത്താനാകുമോ? പിന്നെ പോകാം ചൈനയിലും കൊറിയയിലും ഒക്കെ. ഞാൻ അസിതയോട് തിരിച്ചു ചോദിച്ചത്, ഞാൻ അതുകൊണ്ടാണല്ലോ തുടക്കത്തിൽ വളരെ സൗമ്യമായി പറഞ്ഞത്, കേരളത്തിൽ പാലയിലെ പിതാവിനെതിരായി, ഇനി താമരശ്ശേരിയിലെ പിതാവിനെതിരായി പറഞ്ഞ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾ വേണ്ടെന്നേ. നിങ്ങൾ പറയുന്നേ, എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ പറയൂ. നിങ്ങൾ വാക്കുകൊണ്ടാണോ സംസാരിക്കുന്നത്? അല്ലല്ലോ, നിങ്ങൾ വാളുകൊണ്ടല്ലേ സംസാരിക്കുന്നത്, നിങ്ങൾ തോക്കുകൊണ്ടല്ലേ സംസാരിക്കുന്നത്? ആ കൂട്ടരോടാണ് ചോദ്യം. അല്ല, മണ്ടത്തരവും ആഭാസത്തരവും പറയരുതൊരു ചർച്ചയിൽ. ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നത് ആരാണ് ശ്രീ കൃഷ്ണദാസ്? അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് കണക്കുകൾ എണ്ണി പറയാം. ഞാൻ ചരിത്രത്തിലേക്കും ഇന്ത്യയുടെ കാര്യം ചോദിക്കുമ്പോൾ കൊറിയയിലേക്കും ചൈനയിലേക്കും ഒന്നും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ചോദ്യം ഇവിടെ ഇപ്പോൾ ചർച്ചയുടെ വിഷയം ഛത്തീസ്ഗഡും ഒഡീഷയും ആണെങ്കിൽ ഛത്തീസ്ഗഡിൽ അവരെ ആക്രമിച്ച ജ്യോതി ശർമ്മ ആരാണ്? ഛത്തീസ്ഗഡിൽ ജ്യോതി ശർമ്മ ആക്രമിക്കുന്നത് ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ജ്യോതി ശർമ്മ ബജ്രംഗ് ദൾ നേതാവാണോ? താങ്കൾക്ക് തള്ളി പറയാൻ സാധിക്കുമോ? ഒഡീഷയിൽ അവരെ സംഘം ചേർന്ന് തടഞ്ഞു വെക്കുന്നത് ബജ്രംഗ് ദളാണ്. ബജ്രംഗ് ദൾ എന്നാണ് അവർ പറയുന്നത്.
BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ക്രൈസ്തവരെ അതിനനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് മറുപടി ഉണ്ടോ? BJP ഭരിക്കുന്ന ഇന്ത്യയെക്കുറിച്ചാണ് ചോദ്യം. ഈ ചർച്ചയിൽ അങ്ങയുടെ കയ്യിലിരിക്കുന്ന പത്രത്തിലുള്ള പേപ്പറിലുള്ള കാര്യങ്ങൾ ആവേശത്തോടു കൂടി പറഞ്ഞ് ചർച്ച വിജയിച്ചു എന്ന് പറഞ്ഞു പോകാനാണെങ്കിൽ അങ്ങേക്കത് ചെയ്യാം. ഞാൻ അങ്ങയോട് രണ്ട് കാര്യങ്ങളെ തിരിച്ചാവശ്യപ്പെടുന്നുള്ളൂ. ഒന്ന്, അവിടുത്തെ FIRന്റെ കാര്യം ഞാൻ ചോദിച്ചു, അങ്ങ് അതിന് ഉത്തരം പറഞ്ഞില്ല. അങ്ങയുടെ കയ്യിലുണ്ടല്ലോ ആ വിവരങ്ങൾ, അങ്ങത് പറഞ്ഞില്ല. ഇനി തിരിച്ച് ഞാൻ ചോദിക്കുന്നത്, അങ്ങീ പറയുന്ന കേസുകളുണ്ടല്ലോ, അങ്ങീ വാദവരാതെ നിരന്തരമായി ആവേശത്തോടു കൂടി പറയുന്ന വിഷയങ്ങൾ, അതിൽ ഏത് BJP-ക്കാരാണെന്ന് പ്രതിയായിട്ടുള്ളത്? അല്ല, അതാണ് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഓരോ ഘട്ടത്തിലുണ്ടല്ലോ. ചിലപ്പോൾ നിങ്ങൾ ഹിന്ദു മഹാസഭ എന്ന് പറയും, ചിലപ്പോൾ നിങ്ങൾ ഹനുമാൻ സേന എന്ന് പറയും, ചിലപ്പോൾ നിങ്ങൾ ബജ്രംഗ് ദൾ എന്ന് പറയും, ചിലപ്പോൾ നിങ്ങൾ സംഘപരിവാർ എന്ന് പറയും, RSS എന്ന് പറയും. ആത്യന്തികമായി ഒറ്റ പേരേ ഉള്ളൂ. അത് ന്യൂനപക്ഷ വിരുദ്ധതയാണ്. അത് ന്യൂനപക്ഷ വിരുദ്ധതയാണ് സുഹൃത്തെ. സുഹൃത്തെ നോക്കൂ, എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്, വളരെ ഡയറക്റ്റ് ആണ്, വളരെ ഡയറക്റ്റ് ആണ്. ശ്രീ പി കൃഷ്ണദാസ്, ഇപ്പോഴിതാ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിയുടെ അടക്കം പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാകും ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഒക്കെ കേസിലെ പ്രതികൾ ആരാണെന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു പോകാൻ നോക്കൂ. ഞാൻ താങ്കളെ ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ താങ്കളോട് വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്നത്തെ ചർച്ചാ വിഷയം ഒഡീഷയാണ്. ഒഡീഷയെ കുറിച്ച് ഒരു വാക്ക് പറയാൻ താങ്കൾക്ക് സാധിക്കാത്തത് എന്താണ്? ഛത്തീസ്ഗഡിൽ ദൃശ്യങ്ങളല്ലേ ഞാൻ താങ്കളുടെ മുന്നിൽ കാണിക്കുന്നത്. അവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ പറയുന്നു, ബജ്രംഗ് ദൾ ഞങ്ങളെ ആക്രമിച്ചു. താങ്കൾക്ക് അപ്പോൾ അത് ആരോ ആണ്, താങ്കൾ അറിഞ്ഞിട്ടില്ലാത്ത ആളാണ്, താങ്കൾ കേട്ടിട്ടില്ലാത്ത ആളാണ്. ഇതാ ഞാൻ ആ ദൃശ്യങ്ങൾ താങ്കളെ കാണിക്കുന്നു. ഛത്തീസ്ഗഡിൽ മുൻപിൽ നിൽക്കുന്നു ജ്യോതി ശർമ്മ. താങ്കൾക്ക് തള്ളിപ്പറയാൻ സാധിക്കുമോ അവരെ? ഒഡീഷയിൽ മുന്നിൽ നിൽക്കുന്നു ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ, ബജ്രംഗ് ദളിന്റെ നേതാക്കൾ. അവർ ആക്രോശിക്കുകയാണ് ആ സാധുക്കൾക്ക് നേരെ. താങ്കൾ എന്താണ് പറയുന്നത്? BJP ഭരിക്കുന്ന ഇന്ത്യയാണ്. പറയൂ, ചൈനയും കൊറിയയുമല്ല, BJP ഭരിക്കുന്ന ഇന്ത്യ. മറുപടി ഉണ്ടോ? എന്ത് പറയാൻ? ഞാൻ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ രാജ്യം ഭരിച്ച കാലഘട്ടത്തിലും സംസ്ഥാനം ഭരിക്കുന്ന സമയത്തും പാലാ ബിഷപ്പിനെതിരെയും താമരശ്ശേരി ബിഷപ്പിനെതിരെയും സമുന്നതരായിട്ടുള്ള CPM നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകളുടെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഛത്തീസ്ഗഡിൽ പോയി ഇങ്ങനെ ആക്രമിക്കുമോ? ഞാൻ ഫാദർ ജോൺസണോട് ആവശ്യപ്പെട്ടു. എല്ലാ ഘട്ടത്തിലും വിയോജിപ്പുകൾ, അത് സുഹൃത്തെ, അത് പാതിരികൾക്ക് നേരെ വിയോജിപ്പുകൾ പറയരുത് എന്നുള്ള ഓരോ അലിഖിത നിയമവും ഈ രാജ്യത്തില്ല. എല്ലാ ഘട്ടത്തിലും അത് പറയും, എല്ലാ നേതാക്കളും പറയും, താങ്കളും പറയൂ, ഞാനും പറയും. അതാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വം. വാക്കുകൾ കൊണ്ട് പറയുന്നതിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. ജ്യോതി ശർമ്മ, താങ്കൾ എന്താണ് ആ പേരിനെ കുറിച്ച് മിണ്ടാത്തത്? ഒഡീഷയിൽ അങ്ങനെ എത്ര പേരാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്താണ് താങ്കൾ മിണ്ടാത്തത്? ഇനി അത് പോലീസാണ് അവിടെ കേസെടുത്തതെങ്കിൽ അവരെ ആക്രമിച്ചവർക്കെതിരെ എവിടെ കേസ്? അസിത, വെറുതെ ചാനൽ ചർച്ചയിലിരുന്ന് ആവേശം കൊണ്ട് മണ്ടത്തരം പറയല്ലേ. നിങ്ങൾ ആ തരത്തിൽ ഏതെങ്കിലും ഒരു അക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അക്രമത്തിന് FIR ഉണ്ടോ, പരാതി ഉണ്ടോ, അങ്ങനെ ഒരു കേസുണ്ടോ? ആ കേസുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് തിരിച്ചു വെക്കുന്നത്. ചർച്ചയിൽ വന്നത് ഇല്ലാത്ത കേസ്, ഇല്ലാത്ത FIR, ഇല്ലാത്ത കേസ്, പിന്നെ എന്തിനാണ് താങ്കൾ ചർച്ചയിൽ വന്നത്? അപ്പോൾ ഏത് കേസാണ് കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചത്? സംശയത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുത്തത് ഏത് കേസാണ്? ആ കേസിന് ആധാരം എന്താണ്? 3 പെൺകുട്ടികളായിരുന്നോ? ആ പെൺകുട്ടികളിൽ ഒരാളുടെ പ്രതികരണമായിരുന്നു ആദ്യം കേൾപ്പിച്ചത്. ആ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തടഞ്ഞു വെച്ച ജ്യോതി ശർമ്മയെ കുറിച്ചാണ് ചോദ്യം. അറിയാമോ ജ്യോതി ശർമ്മയെ? ഞാൻ അതുകൊണ്ടാണ് അങ്ങ് വീണ്ടും ചോദിക്കുമ്പോഴും ഞാൻ അതിൻ്റെ നിയമപരമായ വശം ചോദിച്ചത്. അങ്ങക്ക് അത് പറയാനല്ല താല്പര്യം, അങ്ങയുടെ കയ്യിലിരിക്കുന്ന വിഷ്വൽസ് മാത്രം പറഞ്ഞുകൊണ്ട് പറയാനാണ് ഞാൻ അങ്ങയോട് തിരിച്ചു ചോദിച്ചത്. പോലീസ് എടുത്തിട്ടുള്ള കേസിൽ FIRലെ പരാതിക്കാരാണ്, ആ പരാതിയുടെ സെക്ഷൻസ് ഏതാണ്, അതിലെ പ്രതികൾ ആരാണ്? ഛത്തീസ്ഗഡിൽ ജ്യോതി ശർമ്മ എന്ന പോലീസുകാരി അല്ലെങ്കിൽ NIAയുടെ ഏറ്റവും മുതിർന്ന പ്രവർത്തക, അവർ ഇതാ ആ പ്രതികളെ ചോദ്യം ചെയ്യുകയാണ്. അതാണ് നമ്മൾ കണ്ടത്. ശരി, ഇനി ചർച്ചയില്ല.